ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീമായിരുന്നു. കുട്ടികളൊന്നും കൂട്ടാതെ ഒരു നൈറ്റ് ഡ്രൈവ്, അത് തന്നെ ബുള്ളറ്റിൽ പോകണമെന്നായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടാളും ഒരു തീരുമാനം എടുത്തു. പക്ഷെ ഒരിക്കലും സാധിക്കുമെന്ന് വിചാരിച്ചില്ല, ഐതിനേറിനും കൂട്ടാതെ. പക്ഷെ നമ്മൊന്ന് സാധിച്ചെടുത്ത്, രണ്ടും കൽപ്പിച്ച് രണ്ടാളെ ഉമ്മാരെ ഒന്നിച്ചാക്കി നമ്മൾ അങ്ങനെ കാഞ്ഞങ്ങാട് നിന്ന് കണ്ണൂരിലേക്കാണ് നമ്മളൊരു പ്ലാന്. അവിടത്തേക്ക് വിട്ടു. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അടിപൊളി വൈബും അതുപോലെ നല്ലൊരു ക്ലൈമറ്റായിരുന്നു. നമ്മൊരു 12 മണിയാകുമ്പോൾ ഇറങ്ങിയത്. ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ, നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു അടിപൊളി വൈബ് തന്നെയായിരുന്നു കേട്ടോ. അന്ന് മനസ്സിന് വല്ലാത്തൊരു ഫീലിംഗ് ആണ്, പറഞ്ഞറിയിക്കേണ്ട കേസ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇനി എത്ര അടിപൊളിയാണെങ്കിലും നമുക്ക് ആ മനസ്സിൻ്റെ ആഴത്തിലൊരു നോവെന്ന് പറയാം. ഐതിനേറിനെ വീട്ടിലാക്കി പോകുമ്പോൾ എന്താണെന്നറിയില്ല, ഉമ്മാരുടെ അടുത്തായാലും അവരെണീച്ചോ, ഓർമ്മകൾ തന്നെ ആയിരുന്നു. നമ്മൾ രണ്ടാളും അധികം ആ ഡ്രൈവിങ്ങിലും പറഞ്ഞത് ഐതിനേറി എണീച്ചിട്ടുണ്ടാവുമോ, അവരെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. ശരിക്കും പറഞ്ഞാൽ മക്കളായ ശേഷം അവരെ വീട്ടിലൊരു യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും പോവണം, പക്ഷെ പോയി കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ശരിക്കൊരു അങ്ങനെ കേസ് 1:30 നമ്മൾ കണ്ണൂരിലെത്തി. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും എന്ത് തിരക്കാണല്ലേ. അത്ര ജനക്കൂട്ടങ്ങളായിരുന്നു കേട്ടോ. നമ്മൾ പോയത് ഒരു റമദാൻ ലാസ്റ്റാണ് കേട്ടോ, നോമ്പ് 28 ആ രാത്രിയാണ് നമ്മൾ പോയത്. പിന്നെ നമ്മളെ നാട്ടിലെ സംഭവങ്ങളെല്ലാം കിട്ടുന്നുണ്ടെങ്കിലും ഇത്രത്തോളം ഇത്ര ഈ ടേസ്റ്റിൽ കിട്ടുമെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. ചരണ്ടേയ്സെല്ലാം കഴിച്ചതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഇതാവോ ചരണ്ടേയ്സ് എന്ന് വിചാരിച്ചു പോയി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ കഴിച്ചത് വേറെന്തോ ടൈപ്പാണ്. ഇത് അടിപൊളിയായിരുന്നു. ഇവിടുത്തെ ഉപ്പിലിട്ടതായാലും ഓരോ വേറെ ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ വേറെ ടൈപ്പ് ജ്യൂസും ഉണ്ടായിരുന്നു. ജ്യൂസിൻ്റെ പേര് എനിക്ക് മറന്നുപോയി. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ പേരറിയുന്നവർ കമൻ്റ് ഇടണം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും മെയിൻ സ്പെഷ്യൽ എന്ന് പറയുന്നത് കച്ച് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ബിക്കോസ് എനിക്ക് ഫസ്റ്റ് ടൈമാണ്, പക്ഷേ എനിക്കൊട്ടും ലൈക്കായില്ല. പക്ഷെ ഇവിടെ എല്ലാവരും വന്ന് കഴിക്കുന്ന ഈ സംഭവമാണ്. നമ്മൾ നുറുക്കിൽ വേറെ ഒരു ടൈപ്പ് അച്ചാറുണ്ടാക്കി കഴിക്കുന്നതാണ്. എന്നാലും വേറെ ടേസ്റ്റ് ഇല്ല എന്നല്ല, എനിക്ക് വലിയ ലൈക്കായിട്ട്, പക്ഷെ എല്ലാവരും അതാണ് കഴിക്കുന്നത്. പിന്നെ ഈ ജ്യൂസാണെന്ന് ഞാൻ പറഞ്ഞത് വേറെ ഒരു ടേസ്റ്റ്. നമുക്ക് വേറെ ഇതുവരെക്കും ഈ ടേസ്റ്റുള്ളൊരു ജ്യൂസ് ഞാൻ കഴിച്ചില്ല, അതിൻ്റെ പേരറിയില്ല. ഓക്കെ, അങ്ങനെ ഇത് ജ്യൂസിൻ്റെ സെക്ഷനാണ് നമ്മൾ പോയത്. ജ്യൂസ് ഉപ്പിലിട്ട്, അതുപോലെ തന്നെ വേറെ നമ്മളെ റെസ്റ്റോറൻറ്റ് പോലെ ചെറിയ തട്ടുകട പോലെ ഇവിടെ വേറൊരു സൈഡ് ഒരുക്കിയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ഇവിടുത്തെ ഫുഡെല്ലാം. നമ്മൾ കഴിച്ച ഡിഷിൻ്റെ പേരൊക്കെ കറക്റ്റ് ഓർമ്മയില്ല. ഒരു കുത്തു പൊറോട്ട ആ ടൈപ്പാണ്, ചിക്കന് കൊണ്ടുള്ള. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ കുറേ സമയം ഇവിടെ ഉണ്ടായിരുന്നു. ഓരോന്നൊന്നും ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഡിലേ ആയി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോഴത്തേക്ക് ഇതിനെല്ലാം ഉറങ്ങി എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 3/4 മണിക്കൂറോളം അവന് കരഞ്ഞു നമ്മൾ പറഞ്ഞു. വന്നപ്പോൾ നല്ല ടെൻഷനായി, വെറുതെ പോയി. പക്ഷെ പോയതൊന്നും വെറുതെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വൈബായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡ് കുറേ കഴിക്കാൻ പറ്റി കണ്ണൂരത്തെ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.